പ്രിൻസിപ്പൽ, PTA പ്രസിഡന്റ്, അധ്യാപകർ, വിദ്യാർത്ഥികളുടെ ഒരു സംഘം ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എല്ലാവരെയും സഹയാത്രയിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിൻസിപ്പൽ ലിനി മാഡം, PTA പ്രസിഡന്റ് അനിൽ, മറ്റധ്യാപകർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹയാത്രയുടെ പ്രസിഡന്റ് ലിനി ബാലകൃഷ്ണൻ അവർകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിറാജുൽ ഉലൂം സ്കൂളിന്റെ പ്രിൻസിപ്പൽ ലിനി മാഡം നിങ്ങളോട് സംസാരിക്കും. നമസ്കാരം. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്നത്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനൊരു ഒരു യൂണിറ്റ് ഇവിടെ നടക്കുന്നത് അറിഞ്ഞിട്ടില്ല. ഇവരാരും അറിയില്ല. അവര് വീടുകളിൽ മാത്രം ജീവിച്ച് അവരുടെ പാരന്റ്സിനും റിലേറ്റീവ്സിനും മാത്രം കണ്ടു ജീവിക്കുന്ന മക്കളാണ്. അപ്പൊ ഇങ്ങനൊരു ഒരു സംരംഭം ഇവിടെ നടക്കുന്നത്, അത് ഞാൻ ആദ്യം എനിക്ക് വലിയൊരു ഇത് തോന്നിയത് നമ്മുടെ സാറിനെയാണ്, ബാലകൃഷ്ണൻ സാറിനെയാണ്. ഇങ്ങനൊരു ആർക്കും തോന്നാറില്ല. ഇന്നത്തെ കാലത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആർക്കെങ്കിലും അങ്ങനൊരു കാര്യം ചെയ്യാൻ തോന്നുമോ? പലരും അതിനാരും വില്ലിങ് ആവില്ല. പക്ഷെ ഇങ്ങനൊരു വലിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. താങ്ക് യു സാർ. ഇങ്ങനത്തെ ആളുകളാണ് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ളത്, അല്ലേ? അത് വളരെ സന്തോഷമുണ്ട്. സാറിന്റെ അവിടുത്തെ അടുത്ത് ഒരു ബിൽഡിംഗ് പണിയുന്നുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ എല്ലാ തരം സഹായങ്ങളും ഞങ്ങളിവിടെ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ അനിൽ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ അറിയിച്ചുകൊണ്ട്, ഈ സഹയാത്ര എന്നൊരു നമ്മുടെ ഈ സൊസൈറ്റിയെ കുറിച്ച് കുട്ടികൾ കേട്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഇവിടെ ഇതിനുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാടൊക്കെ കേട്ടിട്ടുള്ളതാണ്. പിന്നെ സ്കൂളിൽ നിന്നിട്ട് വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തില് ഇങ്ങനത്തെ കുറെ ആളുകൾ ഇങ്ങനെയുണ്ട്. അവരെങ്ങനെ നമ്മൾ ചേർത്ത് പിടിക്കണം, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ ജീവിത സാഹചര്യങ്ങളിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തുള്ള ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ കൂടി നമ്മുടെ സ്കൂളിലെ പിള്ളേരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതേപോലെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചപ്പോൾ ഞാനും നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞ് മാനേജ്മെന്റും അതിന് സപ്പോർട്ട് ചെയ്തു. നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ സഹയാത്രയിൽ കൂടെ നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും സ്കൂളിലെ അധ്യാപകരെ, പ്രിൻസിപ്പൽ, PTA പ്രസിഡന്റ്, വിദ്യാർത്ഥികൾ, ഇത് ഓരോ ആളുകളെയും നിങ്ങൾ കാണുമ്പോൾ ഇവർ നമ്മുടെ വീട്ടിലൊരു അന്തേവാസി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് സ്വയം ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഞങ്ങളുടെ പ്രായ വ്യത്യാസങ്ങൾക്കുപരിയായി കുട്ടികളുണ്ട്. ഇവിടെ സ്കൂളിൽ പോകുന്ന പ്രായവരുണ്ട്, അതിൽ യോദ്ധാക്കളുണ്ട്, യുവാക്കളുണ്ട്, നിങ്ങളുടെ അച്ഛനമ്മമാരെ പ്രായമുള്ള ആളുകളുണ്ട്. സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് നിങ്ങളിവിടെ കാണുന്നത്. മനുഷ്യത്വം എന്ന് ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും മനുഷ്യരുടെ ഒരു സഹായം വേണം. ഇത് നമ്മൾ സഹായം പറഞ്ഞ് നമ്മളുണ്ടെന്നതിൻ്റെ പകുതി ആഹാരമെങ്കിലും അവരായിട്ട് പങ്കിടുമ്പോൾ അവരൊന്ന് കെട്ടിപ്പിടിച്ചാൽ, അവരോടൊന്ന് ചിരിച്ചാൽ ധന്യമായി. നിങ്ങൾ കാശും പണമൊന്നും അവർക്ക് കൊടുക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ വീട്ടിലൊരാളുണ്ടാകുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി അറിയുന്നത്. ഇന്നലെ ഇവിടെ ഫിസിയോതെറാപ്പിക്ക് വന്ന ഒരു അമ്മയും മകളും അവർക്ക് ചിന്നു എന്നാണ് അവരുടെ പേര്. അവരെ മൂത്ത മകൻ മരിച്ച് പിന്നെ പിറ്റേ ദിവസം മുതൽ അവരുടെ പഞ്ചായി ശരീരം നടക്കാൻ വയ്യാത്തൊരവസ്ഥ. അവരോടൊപ്പം 25 വയസ്സ് പ്രായമുള്ള ഒരു മകളുണ്ട്. അവരെ കണ്ട ഒരു 10 വയസ്സ് തോന്നിക്കുള്ളൂ. ഓരോ ആഘാതം ഉണ്ടാകുമ്പോൾ മനുഷ്യർ തളർന്നു പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നമ്മൾ സ്വകാര്യ ജീവിച്ചിരുന്നാലും അടുത്ത വീട്ടിലേക്ക് എത്തി നോക്കാൻ, നമ്മുടെ റോഡിൽ കൂടെ നടന്നു പോകുന്ന ഒരാളെ എത്തി നോക്കാൻ നല്ല മനസ്സിൻ്റെ ഉടമകളാകട്ടെ ഈ വരുന്ന കുട്ടികളും അവരുടെ വീട്ടിലും തന്നെ സന്ദേശം കൊടുക്കട്ടെ. നമ്മുടെ ഭൂമി നന്നാകട്ടെ. സ്നേഹം തമ്മിൽ അവർക്ക് കൊടുത്താൽ അവരും ഒരു നല്ല മനുഷ്യരായ വളരും.
അവർക്ക് ആവശ്യം മാത്രമേ ഉള്ളൂ, മറ്റൊന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. ജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്നാണ് അർത്ഥവാക്യം. മറ്റുള്ളവരുടെ ദുഃഖത്തിലും ദുരിതത്തിലും പങ്കുചേരുമ്പോഴാണ്, അവർക്ക് സഹായവും സാന്ത്വനവുമായി നിലകൊള്ളുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്നത്. വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണിന്ന്. ഇന്ന് ഒരു പുതുവർഷ പിറവി ദിനമാണ്. ഈ ദിനത്തിലും ഈ ആഘോഷവേളയിൽ ഈ അടച്ചിട്ട മുറികളിൽ അട്ടം കണ്ട് കിടക്കാൻ വിധിക്കപ്പെട്ട ആളുകളും കാണാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും മനസ്സ് കാണിച്ച സിറാജുൽ ഉലൂമിലെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും അതിന്റെ പ്രിൻസിപ്പൽ, PTA പ്രസിഡന്റ്, മുഴുവൻ സുഹൃത്തുക്കളോടും സഹയാത്രയുടെ തീർത്താൽ തീരാത്ത നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹം കൊണ്ട് പറയണ Thank you.
വലിയ സന്തോഷമുണ്ട്. നന്ദിയും സ്നേഹവും അറിയിക്കുന്ന വളരെ കുറച്ച് കുട്ടികൾ മാത്രമുള്ള ചെറിയൊരു സ്കൂളാണ്. അവരുടെ കഴിവിൻ്റെ പരമാവധി സമാഹരിച്ച് നൽകിയിട്ടുണ്ട്. വളരെ സന്തോഷം. മുഴുവൻ സഹയാത്രികർക്കും വേണ്ടി നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. രാജിരാവിലെ കാറ്റേ വകുപ്പ് തടുപ്പിച്ച കാറ്റേ മേരാജിരാവിലെ കാറ്റേ വകുപ്പ് തടുപ്പിച്ച കാറ്റേ കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കുളിരിൽ കുളിക്കുന്ന പതാത്തേ രാജിരാവിലെ കാറ്റേ മരുഭൂ തടുപ്പിച്ച കാറ്റേ പുരുഷാന്തരങ്ങൾക്ക് പുരുഷൻ നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടെ പുരുഷാന്തരങ്ങൾക്ക് പുരുഷൻ നൽകിയ കഥകൾ പറഞ്ഞാട്ടെ മുത്തിലും മുത്തായ മുത്തേ മുഹമ്മദി മുത്തിലും മുത്തായ മുത്തേ മുഹമ്മദി സത്യത്തിൻ ഗീതം ഒഴിഞ്ഞാട്ടെ സത്യത്തിൻ ഗീതം ഒഴിഞ്ഞാട്ടെ മേറാജിരാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ